ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ടോഡ്ലർ ഫ്രണ്ട്ലി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റ്സ് ആണ്. നമുക്ക് പുറമെ കടയിൽ നിന്ന് കിട്ടുന്നത് അത്ര ഹെൽത്തി ഒന്നും ആയിരിക്കില്ല. നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യം നമുക്കൊരു 1/2 കപ്പ് ജാഗരി പൗഡർ, ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് കോക്കനട്ട് ഓയിലും 1/4 കപ്പ് നെയ്യാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് നെയ്യ് തന്നെ ഉപയോഗിക്കാം. എനിക്ക് അതിന്റെ ടെക്സ്ചറും ഒരു ഇത്തിരി കോക്കനട്ടി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ 1/4 കപ്പായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വിസ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളുടെ ഒരു ലംസും ശർക്കരയുടെ ഒരു ലംസും ഒന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് രാഗിപ്പൊടിയും 1/2 കപ്പ് ആട്ട നമുക്ക് സിഫ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ ചോക്ലേറ്റ് കുക്കീസ് ആണ് ഉണ്ടാക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടിയിട്ടുണ്ട്. ഇത് അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരിച്ച് സിഫ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3 ടേബിൾ സ്പൂൺ നല്ല തണുത്ത പാലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾക്ക് നോക്കാം. നമ്മുടെ ആ ടെക്സ്ചർ വന്നിട്ട് സാൻഡ് ലൈക്ക് ടെക്സ്ചർ ആയിരിക്കണം, മണ്ണിന്റെ ടെക്സ്ചർ പോലെ ആയിരിക്കണം. അപ്പൊ ആ മണ്ണിന്റെ ടെക്സ്ചർ പോലെ കുറച്ച് നനവുള്ള മണ്ണിന്റെ ടെക്സ്ചർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചായിട്ട് രാഗിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ചായിട്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ആ സാൻഡിന്റെ ടെക്സ്ചർ വരുന്നവരെ നമുക്ക് ഉരുട്ടുമ്പോൾ ഒത്തിരി നിൽക്കണ പോലത്തെ ആ ടെക്സ്ചർ കിട്ടണവരെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഉരുട്ടിയ കയ്യിൽ കിട്ടും വേണം. കുറച്ചൊരു മണ്ണിന്റെ പോലെ ഉണ്ടാവും വേണം. നമ്മൾ നെയ്യൊക്കെ ഇട്ടുകൊണ്ട് കയ്യിന്റെ ചൂട് തട്ടുന്ന കാരണം നല്ല ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നെയ്യ് വന്നുകൊണ്ടിരിക്കും. അത് കാരണം നമ്മൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം വേണം ബേക്ക് ചെയ്യാൻ. ബേക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ബേക്കിംഗ് ഷീറ്റ് യൂസ് ചെയ്യാറുണ്ട്. ബേക്ക് ചെയ്തിരിക്കുന്നത് 160 ഡിഗ്രീസിൽ ഒരു 15 to 18 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, രാഗി ഓവർ കുക്ക് ചെയ്യരുത്. അപ്പൊ നിങ്ങൾ 15 മിനിറ്റ്സ് കഴിഞ്ഞ് കുറച്ചു നേരം പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണ് തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്യണം. കാരണം ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാഗിക്ക് ഒരു കയ്പ്പ് വരും. എസ്പെഷ്യലി നമ്മൾ കുക്കൊക്കെ ഇട്ട കാരണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ കുക്ക് ചെയ്യരുത്. അപ്പൊ അതിന് പുറത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടി ബേക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ മുകളിൽ ചോക്കോ ചിപ്സ് കൂടി വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ എൻ്റെ കുട്ടിക്ക് അങ്ങനെ പുറമേലത്തെ ചോക്ലേറ്റ് കൊടുത്ത് തുടങ്ങാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് മുകളിൽ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കും നല്ല ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റും, ബേബീസിനും കൊടുക്കാൻ പറ്റും. അപ്പൊ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മുകളിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ.
നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് കുക്കീസ് റെഡി ആയി കഴിഞ്ഞു. ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. സെക്കൻഡ് ബാച്ചും റെഡിയായി. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണുന്നത് ശർക്കരയുടെ ആ പാവാട്ടോ പുറത്തേക്ക് വന്നിരിക്കും. ഈ ബാച്ച് കുറച്ച് മെലിഞ്ഞ കാരണം കുറച്ച് ശർക്കര, അപ്പൊ തിക്നെസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് റെഡിയാണ്. ടോഡ്ലേഴ്സിനും ബേബീസിനും ചിൽഡ്രനും എല്ലാം ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണ്. ഈസിയാണ്, നമുക്ക് വിശ്വസിച്ച് വിത്തൗട്ട് പ്രിസർവേറ്റീവ്സും എക്സസീവ് ഷുഗർ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. പുറമേ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ബിസ്ക്കറ്റ്സിനെ കാട്ടും ഹെൽത്തിയാണ്. അതുപോലെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനുള്ളിൽ അപ് ടു 2 വീക്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ഈ ഡോ ഉണ്ടാക്കിയതിന് ശേഷം റെഫ്രിജറേറ്റ് ചെയ്യാം. ഫ്രീസറിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു യൂസ് ചെയ്യണതിന് ഒരു 1/2-3 മണിക്കൂർ എടുത്ത് പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പോൾ ബേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കുറേയും കൂടി ഈസി റെസിപ്പീസ് ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.